മേഡം, ഗോപാലൻ പറഞ്ഞ സത്യ കൃഷ്ണ? സത്യാണോന്ന്? അതെ മേഡം. അത് മാത്രമല്ല പ്രശ്നം. എനിക്കാണ് അപകടം പറ്റിയതെന്ന് കരുതി അച്ഛനാണ് ഗാഥയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. കൂട്ടുകാരിയുടെ കൂടെയുള്ള യാത്ര അല്ലേ? മറ്റുള്ളവരോട് കള്ളം പറയുന്നത് ഓക്കെ, സ്വന്തം അമ്മയോടെങ്കിലും സത്യങ്ങൾ തുറന്ന് പറയായിരുന്നില്ലേ? അല്ല, മമ്മി വന്നാലും ഗാദി ഇവിടുന്ന് എങ്ങനെ പോകും? അനിയൻ സാർ ഇവിടെ ഉണ്ട്. അല്ല, കൃഷ്ണ പകരം ബെഡിലില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ അനിയൻ സാറ് സമ്മതിക്കോ? ഇവിടെ ആരെങ്കിലും പകരം ഉണ്ടായില്ലെങ്കിലും ഞാൻ പോവും. പിന്നെ നിനക്ക് പകരൊരാള് വേണമെന്നുണ്ടെങ്കിലേ പോയി നിന്റെ കൂട്ടുകാരിയില്ലേ അവളുടെ കാല് തല്ലി ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോ. എന്നിട്ടേ അച്ഛനും മോളിങ്ങനെ സ്നേഹിച്ചിരിക്കട്ടെ. നന്നായി. അടിച്ചവനെ നിന്റെ കാലിനല്ലായിരുന്നു അടിക്കേണ്ടത്, നിന്റെ വായിക്കും. വിഷമോ തുപ്പുന്നത് മുഴുവൻ. ദേ, നിന്റെ കൂട്ടുകാരി അത്ര നല്ലവളൊന്നുമല്ല. എനിക്കിങ്ങനെ വിഷം ഉള്ളിൽ വെച്ച് ചിരിക്കാനും അറിയില്ല. ദേ, അവളെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, മമ്മി വരുമ്പോഴേ പൊന്നുമോളുടെ ഒരു എല്ല് പോലും ഞാൻ ബാക്കി വെക്കില്ല, പറഞ്ഞേക്കാം. കാലിന് പരിക്കുണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. കൂടെ ആരെങ്കിലും ഉണ്ടോ അതും അറിയില്ല. മാം, ചങ്ങാതിക്കടവിലേക്ക് ഗാഥ മാഡം തിരിച്ചു പോയെന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ കൂടെയാണെന്നൊന്നും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. അതല്ലാതെ വേറെന്തെങ്കിലും നടന്നെങ്കിലോ? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അവളുടെ അടുത്തെത്തണം സിനി. ഇനി എത്ര ദൂരം യാത്രയാണോ അങ്ങോട്ട്? ആ നേരം വരെ എന്റെ മോളോടെ തനിച്ച്. മാം, ആ ഹോസ്പിറ്റല് കൃഷ്ണയുടെ വീടിന്റെ അടുത്താ. മാം ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഗാഥയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് കൃഷ്ണ ചെയ്യും. മാം പറഞ്ഞ കൃഷ്ണ അനുസരിക്കും, അത് ഉറപ്പാ. ശരി, ഞാൻ അവളെ ഒന്ന് വിളിക്കാം. ഹലോ മേഡം. കൃഷ്ണ, നീ ചങ്ങാതിക്കടവ് ഗ്രാമത്തിൽ തന്നെയുണ്ടോ? ആ, ഉണ്ട് മേഡം. കൃഷ്ണ, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഗാഥമോൾക്ക് അവിടെ എവിടെയോ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. അവക്ക് കാലിന് പരിക്കുണ്ടെന്നാ പറയുന്നേ. ചങ്ങാതിക്കടവില് ഒരു ഹോസ്പിറ്റലല്ലേ, അവിടെയാ അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും മോളെ. കൃഷ്ണയ്ക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? അയ്യോ മേഡം, അത് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ കുട്ടി. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. അതിപ്പോ മേഡം ഞാൻ സഹായിക്കാന്ന് വെച്ചാല് അതെന്തിനാ നിങ്ങളുടെ മോളെ സഹായിക്കാൻ കൃഷ്ണനെ വിളിക്കുന്നേ? നിങ്ങള്? ഞാൻ ഗോപാലനാ, ദുബായ് ഗോപാലൻ. നിങ്ങളുടെ മോക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് അറിയണോ? ഇവിടെ കുറെ ഗുണ്ടകളെയും കൂട്ടി കൃഷ്ണയെ കൊല്ലാൻ വന്നതാ. കൃഷ്ണയെ കൊല്ലാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ആ സംഘർഷത്തിലാ അവളുടെ കാലിന് പരിക്ക് പറ്റിയത്. നോ, ഗാഥമോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അമ്മയ്ക്ക് ചിലപ്പോ മോളെ നല്ല വിശ്വാസമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കതില്ല. മോളെ നേരിട്ട് കാണുമ്പോഴേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാകും നിങ്ങൾക്ക്. കൃഷ്ണയെ കൊല്ലാൻ വന്നവളെ കൃഷ്ണ തന്നെ പോയി രക്ഷിക്കണം. അത് എവിടുത്തനായ? നിങ്ങൾ ആ ഫോൺ ഒന്ന് കൃഷ്ണയ്ക്ക് കൊടുത്തേ. ഈ കാര്യത്തിന് വേണ്ടിയേ കൃഷ്ണ ഭീഷണിപ്പെടുത്താണെന്ന് നോക്കണ്ട. അതൊക്കെ കുറെ കാലത്തിന് മുമ്പ് കേട്ടതാ. നിങ്ങൾ ആ ഫോൺ ഒന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കൂ പ്ലീസ്. മേഡം, ഗോപാലൻ പറഞ്ഞ സത്യ കൃഷ്ണ? സത്യാണോന്ന്? അതെ മേഡം. അത് മാത്രമല്ല പ്രശ്നം. എനിക്കാണ് അപകടം പറ്റിയതെന്ന് കരുതി അച്ഛനാണ് ഗാഥയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അച്ഛനവിടെ ഗാഥയുടെ അടുത്ത് തന്നെ ഉണ്ട്.
കൃഷ്ണ മാഡം അത് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ അവസ്ഥയില് എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മോളെ, ഗാഥ നിന്നോട് തെറ്റ് തന്നെയാ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിന്നോട് സോറി പറയാം. പക്ഷെ ഈ അവസ്ഥയിൽ നിന്ന് എന്റെ മോളെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. മതി സംസാരിച്ചത്. എന്നാ ഹലോ ഹലോ, എല്ലാ പരീക്ഷണവും കൂടി ഒരുമിച്ച് വരുവാണല്ലോ സിനി. മാഡം നല്ല ടെൻഷനിലാ. ഇങ്ങനൊരു വിഷവിത്തിനെ വളർത്തുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. എങ്ങനെ സഹായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കൃഷ്ണമോളെ, അബദ്ധം കാണിക്കരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നിന്റെ അച്ഛൻ നിന്നെ തേടി വന്ന സമയം അത് മറ്റാർക്കും വേണ്ടി ഇല്ലാതാക്കരുത് നീ. ഹലോ സാറേ. ആ ശാന്തി, ഞാനൊരു കാര്യം പറയട്ടെ. പക്ഷെ നീ ബഹളം വെക്കാനും സങ്കടപ്പെടാനൊന്നും പോരുത്. എന്താ സാറേ? കൃഷ്ണമോക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആരോ കൃഷ്ണമോളെ ആക്രമിച്ചതാ. കൃത്യസമയത്ത് ഞാനും മോളിക്കുട്ടി അവിടെ എത്തി. മോളെ ഉപദ്രവിച്ച ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല. കൃഷ്ണയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. ശാന്തി, എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് സാർ? അല്ല, സാധാരണ കൃഷ്ണമോക്ക് ഒരു ജലദോഷം വന്നു എന്ന് പറഞ്ഞാൽ പോലും നീ വാവിട്ട് നിലവിളിക്കുന്നല്ലേ. എന്നിട്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവിടുത്തെ ഒരു റിയാക്ഷൻ കണ്ടില്ല. കേട്ടത് ചെറിയൊരു കാര്യമല്ലല്ലോ. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയാതായിപ്പോയി. എന്നാ ശരി, ഇപ്പൊ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വരുമെന്ന് വേണ്ട കേട്ടോ. മോളുടെ അടുത്ത് ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം അവളെ. വിവരം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് വിളിച്ചേ. ആരാ സാറേ ആക്രമിച്ചത്? എന്തിനു വേണ്ടി അവരത് ചെയ്തത്? ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ ശാന്തി? മുഖമില്ലാത്തവരും മുഖമുള്ളവരും ആരുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടായെന്ന് ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിക്കും. ഇരുൾമറ കൊണ്ട് ശ്രീനിവാസനെ തോപ്പിക്കാൻ അവർക്കാവില്ല. ഇത്രയും കാലം ഞാൻ കാണാൻ കാത്തു നിന്ന എന്റെ മോളുടെ ദേഹത്താ അവര് കൈവച്ചിരിക്കുന്നത്. ചെയ്തവരാരാണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് സാറിനെ വിളിക്കണേ. വിളിക്കാം. ശാന്തി, മുറി ചെന്ന് തനിച്ചിരിക്കണ്ട. നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത എനിക്ക് മനസ്സിലാവും. ക്ഷീണമോ തളർച്ചയോ ഒക്കെ തോന്നിയാൽ അത് ബുദ്ധിമുട്ടാവും. നീ ഒരു കാര്യം ചെയ്യേ, പൂജാമുറി ചെന്നിരിക്കേ, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഞാൻ വിളിച്ചോളാം.